നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓണ അവധിക്ക് ശേഷം ഇന്നു മുതൽ സ്കൂളുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകൾ മാത്രമല്ല മറ്റ് ഓഫീസുകളുമൊക്കെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ നിലയിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിനിടയിൽ നാളെ തിരുവനന്തപുരത്ത് സ്കൂളുകൾക്ക് അവധി, അതായത് സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ചയായ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സ്കൂളുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയോടനുബന്ധിച്ചാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് അവധി ബാധകമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ സ്കൂളുകൾക്കും സാധാരണഗതിയിൽ ഓണാഘോഷ സമയത്ത് രാവിലെ മുതൽ ഉച്ചവരെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമാണ് പ്രാദേശിക അവധിയോടുകൂടി അവധി നൽകുന്നത്. എന്നാൽ നാളത്തെ ദിവസം എന്ന് പറയുന്നത് പൂർണ്ണമായും സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ഓഫീസുകൾക്കാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം മുതൽ അവധി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഓണം സമാപന ഘോഷയാത്ര എന്ന് പറയുന്നത് അത്രയും ആഡംബരത്തോടുകൂടി വിപുലമായി നടത്തുന്ന ഒരു ഘോഷയാത്രയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിവരുന്ന ഒരു ഘോഷയാത്ര കൂടിയാണ്. നിരവധി രാജ്യങ്ങളുടെ നിരവധി ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ വരുന്നു, നിരവധി പ്ലോട്ടുകൾ ഉണ്ടാകുന്നു, അതിന് സമ്മാനം ഉണ്ടാകുന്നു, കായിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി കലാകാരന്മാർ വരുന്നു. അങ്ങനെ കൂടുന്ന ഒരു സംഗമം കൂടിയാണ്. മാത്രമല്ല, തിരുവനന്തപുരത്തെ നാനാഭാഗങ്ങളിലെ ആളുകളും വെള്ളയമ്പലം, അതുപോലെ തന്നെ പാളയം, സ്റ്റാച്ചു, ഈ സ്പോട്ട് തുടങ്ങിയ എല്ലായിടങ്ങളിലും വന്ന് നിൽക്കുകയും ഈ കാഴ്ച കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ എത്തുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു സ്വകാര്യ ആഘോഷം കൂടിയാണ് ഈ ഓണം ഘോഷയാത്ര എന്ന് പറയുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് അവധി ബാധകമെന്ന് ജില്ലാ കളക്ടർ പ്രത്യേകം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഗംഭീരമാക്കാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങൾക്കൊപ്പം 60ഓളം ഫ്ലോട്ടുകളും അണിനിരക്കും. വൈകിട്ട് 4-ന് മാനവീയ വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് 51 കലാകാരന്മാർ ശംഖനാദം മുഴക്കുകയും വാദ്യോപകരണമായ കൊമ്പ എന്നിവയൊക്കെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് കലാകാരന്മാർക്ക് നൽകുന്നതോടുകൂടിയാണ് ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. സർക്കാരിന്റെ വികസനം ചിത്രീകരിക്കുന്ന വിവിധ വകുപ്പുകളുടെ 60ഓളം ഫ്ലോട്ടുകൾ ഉണ്ടാകും. 91 ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് നിറവേകും. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഒത്തുചേരും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഫ്ലോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് ഒരുക്കിയിട്ടുള്ള VVIP പവലിയന് മുന്നിലും യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്തെ VVIP പവലിയന് മുന്നിലും മ്യൂസിയം ഗേറ്റിന് സമീപത്തെ പ്രത്യേക സ്റ്റേജിലും കലാരൂപങ്ങൾ അവതരിപ്പിക്കും. എന്തായാലും ഓണം ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ സ്കൂളുകൾക്ക് അവധിയാണെന്ന് വീണ്ടും ആവർത്തിക്കുന്നു.